ഹായ് എവരി വൺ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിംഗർ പ്രിൻ്റ് എക്സാം സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ വൈസ് ഒരു ക്വിക്ക് റിവിഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സൊല്യൂഷൻസ് ചാപ്റ്റർ ആണ്. ഇവിടെ നമ്മൾ കവർ ചെയ്യുന്ന കണ്ടൻസ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ എക്സ്പ്രഷൻ, ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രഷൻസും ഹെൻറീസ് ലോ, റാവൾസ് ലോയും കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, ഇത് മൂന്നുമാണ് സൊല്യൂഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കിലോട്ടും പോകാം. ഫസ്റ്റ് നമ്മൾ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നാണ്. നമുക്ക് പ്രധാനമായിട്ട് 4 രീതിയിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ ടേംസിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒന്ന് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ടു ദാറ്റ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അതായത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എക്സ് എ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു എൻ എ ഡിവൈഡ് ബൈ എൻ എ പ്ലസ് എൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ്, എൻ എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ, എൻ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ആണ്. അപ്പം എക്സ് എയുടെ മോൾ ഫ്രാക്ഷൻ, എയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എൻ എ ഡിവൈഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. അതുപോലെ തന്നെ നമുക്ക് എക്സ് ബിയുടെയും കാൽക്കുലേറ്റ് ചെയ്യാം, എക്സ് ബിയും കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ബി എന്ന് പറയുന്ന കമ്പണൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എൻ ബി ഡിവൈഡ് ബൈ എൻ എ പ്ലസ് എൻ ബി ആണ്. എൻ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പണൻ്റ് ആണ്. ഇനി മോൾ ഫ്രാക്ഷൻ്റെ സം എന്ന് പറയുന്നത്, അതായത് ഒരു സൊല്യൂഷനിൽ രണ്ട് കമ്പോണൻസ് ആണ് എയും ബിയും എന്ന് പറയുന്ന രണ്ട് കമ്പോണൻസ് ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ്റെ സം എന്ന് പറയുന്നത് നമുക്ക് 1 ആയിട്ട് എടുക്കാം. അതായത് എക്സ് എ പ്ലസ് എക്സ് ബി എന്ന് പറയുന്നത് നമുക്ക് 1 ആയിട്ട് എടുക്കാം. ഇനി അടുത്തൊരു കോൺസെൻട്രേഷൻ എക്സ്പ്രഷൻ ആണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. മൊളാരിറ്റി നമ്മൾ ക്യാപിറ്റൽ എം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ ഓഫ് സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് മോൾസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് പറയുന്നത്. നമുക്ക് മൊളാരിറ്റീനെ നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബി ഡിവൈഡ് ബൈ എം ബി ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. ഡബ്ല്യു ബി എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്, എം ബി എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്, വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ് കേട്ടോ. ഇനി അടുത്ത ഒരു കോൺസെൻട്രേഷൻ ടേം ആണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്. 1 കിലോഗ്രാം സോൾവെന്റിൽ പ്രസന്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ മൊളാലിറ്റി കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ്. എം എന്ന് പറയുന്നത് നമുക്ക് ഡബ്ല്യു ബി ഡിവൈഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ ഇൻ കെ ജി. അപ്പോൾ ഡബ്ല്യു ബി എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്, എം ബി എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്, ഡബ്ല്യു എ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. ഓക്കെ. ഇനി അടുത്തൊരു എക്സ്പ്രഷൻ ആണ് നോർമാലിറ്റി. നമ്മൾ ക്യാപിറ്റൽ എൻ വെച്ചിട്ടാണ് നോർമാലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നത്. നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഒരു 1 ലിറ്റർ സൊല്യൂഷനിൽ പ്രസന്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ നോർമാലിറ്റി വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. നോർമാലിറ്റിന് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൻ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബി ഡിവൈഡ് ബൈ ഇക്വലന്റ് മാസ് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇനി നോർമാലിറ്റിയും മൊളാരിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ് ഇസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു മോളിക്കുലർ മാസ്. അപ്പോൾ ഇത്രയും ടേംസ് ആണ് നമുക്ക് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷൻസിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് വെയിറ്റ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, അങ്ങനെയുള്ള ടേംസ് ഒക്കെയാണ്. അത് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറില്ല. വെയിറ്റ് പെർസെൻറ്റേജ് കാണാൻ വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. വോളിയം പെർസെൻറ്റേജ് കാണാൻ വോളിയം ഓഫ് സൊല്യൂഷൻ ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. നമ്മൾ അങ്ങനെയാണ് വെയിറ്റ് പെർസെൻറ്റേജും വോളിയം പെർസെൻറ്റേജും എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഹെൻറീസ് ലോ ആൻഡ് റൗൾസ് ലോ ആണ് നമുക്ക് നോക്കാനുള്ളത്. ഹെൻറീസ് ലോ എന്ന് പറഞ്ഞാലും സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് എന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. അതിൽ ഹെൻറീസ് ലോ പറയുന്നത് സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്യാസിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ആണ്. അതിന് നമ്മൾ മാത്തമാറ്റിക്കലി നമുക്ക് എഴുതാം പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നമ്മൾ സൊല്യൂബിലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ ഓരോ ടേംസ് പറഞ്ഞു അതിൽ മോൾ ഫ്രാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സൊല്യൂബിലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ പാർഷ്യൽ പ്രഷർ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതാണ് ഹെൻറീസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പി ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇതാണ് ഹെൻറീസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ഇനി റൗൾസ് ലോ എന്ന് പറയുന്നത് രണ്ട് നോൺ വോളറ്റൈൽ ലിക്വിഡ്സിനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സിനെ മിക്സ് ചെയ്യുമ്പോഴുള്ള റിലേഷനാണ് നമ്മൾ റൗൾസ് ലോ തരുന്നത്. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണന്റ്. അതായത് എയും ബിയും തമ്മിൽ രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ എക്സ് എ എന്ന് പറയാം. അതുപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് ബി എന്ന് പറയുന്നത് പി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമുക്ക് എക്സ് ബി ആയിട്ട് എടുക്കാം. അപ്പോൾ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടി നമ്മൾ
ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് P0A എന്ന് പറയുന്നത്. P0A എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ്. പ്യുവർ കമ്പോണന്റ് ആയിരിക്കുമ്പോഴുള്ള, അതായത് പ്യുവർ ആയിട്ടുള്ള സൊല്യൂഷനിലല്ല സോൾവെന്റ് ആയിട്ടിരിക്കുമ്പോഴുള്ള പാർഷ്യൽ പ്രഷറിനെയാണ് നമ്മൾ P0A വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി നമുക്ക് റൗൾസ് ലോ എങ്ങനെ എഴുതാം? PA is equal to P0A into XA എന്ന് എഴുതാം. അത് വെച്ചിട്ട് നമുക്ക് P ടോട്ടൽ എന്ന് പറഞ്ഞാൽ PA plus PB ആണ് P ടോട്ടൽ എന്ന് പറഞ്ഞാൽ. അതിന്റെ ഫൈനൽ ഇക്വേഷൻ ആണ് P ടോട്ടൽ is equal to P0A plus PB minus P0A into XB എന്ന് പറയുന്നത്. ഇത് നമ്മൾ ജനറൽ ഇക്വേഷൻ P ടോട്ടലിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PA plus PB ആണ്. PA യുടെയും PB യുടെയും വാല്യൂസ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫൈനൽ ഇക്വേഷൻ കിട്ടും. ഇനി റൗൾസ് ലോ വെച്ചിട്ടാണ് നമുക്ക് ഒരു സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ ആണോ നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണോ എന്ന് പറയുന്നത്. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ വിച്ച് ഒബേസ് റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അവയുടെ ഡെൽറ്റ എച്ച് മിക്സും ഡെൽറ്റ വി മിക്സും എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് രണ്ട് ഐഡിയൽ സൊല്യൂഷൻസ് തമ്മിൽ നമ്മൾ ബൈനറി സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അവർക്ക് എൻതാൽപ്പി, അതായത് എനർജി ഒന്ന് ഹീറ്റ് റിലീസോ അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർപ്ഷനോ നടക്കുന്നില്ല. അതുപോലെ തന്നെ വോളിയം എക്സ്പാൻഷനോ കംപ്രഷനോ നടക്കുന്നില്ല. അതുകൊണ്ട് അത് തന്നെ നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് പറയാം ഡെൽറ്റ എച്ച് മിക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാം, ഡെൽറ്റ വി മിക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാം. എന്തിന്റെ കേസിലാണ്? ഐഡിയൽ സൊല്യൂഷന്റെ കേസിലാണ്. ഓക്കെ. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്നാണ് വിച്ച് ഡീവിയേറ്റ്സ് ഫ്രം റൗൾസ് ലോ. റൗൾസ് ലോയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ വി മിക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ് കേട്ടോ, നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ രണ്ട് ടൈപ്പ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഉണ്ട് വിച്ച് പോസിറ്റീവ് ഡീവിയേഷൻ, റൗൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതുകൊണ്ട് റൗൾസ് ലോയിൽ നിന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. അതിന് മുന്നേ ഐഡിയൽ സൊല്യൂഷൻ ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ സിമിലർ സ്ട്രക്ചേഴ്സ് ഉള്ള, അതായത് എൻ ഹെക്സൈൻ എൻ ഹെപ്റ്റൈൻ അങ്ങനെയുള്ള സിമിലർ സ്ട്രക്ചേഴ്സ് ഉള്ള സൊല്യൂഷൻസ് ആണ് നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ ആയിട്ട് ജനറലി കാണിക്കാറുള്ളത്. ഇനി നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷനിലേക്ക് പോകാം. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷനും ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ റൗൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് സൊല്യൂഷൻസ് മിക്സ് ചെയ്യുമ്പോൾ എയും ബിയും കമ്പോണൻസ് ഉണ്ടാവും. എ ബി ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ എ ആൻഡ് ബി ഇൻട്രാക്ഷൻ ആണ് എങ്കിൽ നമുക്ക് അതിന് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ എന്ന് പറയുന്നത് കാണിക്കാം. അപ്പോൾ എ ബി ഇൻട്രാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ അവരുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ റൗൾസ് ലോ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ പി എ എന്ന് പറയുന്നത് നമ്മൾ റൗൾസ് ലോ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ P0A into XA എന്നായിരിക്കും. പക്ഷേ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനിൽ PA ഗ്രേറ്റർ ദാൻ P0A into XA ആയിരിക്കും. അതുപോലെ ഡെൽറ്റ എച്ച് മിക്സും ഡെൽറ്റ വി മിക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എത്തനോൾ വാട്ടർ മിക്സ്ചർ, CCl4 ബെൻസീൻ മിക്സ്ചർ, എത്തനോൾ സൈക്ലോഹെക്സൈൻ മിക്സ്ചർ ഒക്കെയാണ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ കാണിക്കുന്നത്. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എ ബി ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ എ ആൻഡ് ബി ഇൻട്രാക്ഷൻ, അതായത് രണ്ട് മിക്സേഴ്സിന്റെ എയും ബിയും ഉണ്ട്, അതിൽ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന എ ബി ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ എ ആൻഡ് ബി ഇൻട്രാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പാർഷ്യൽ പ്രഷർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് സൊല്യൂഷനിലെ പാർഷ്യൽ പ്രഷർ നമ്മൾ റൗൾസ് ലോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന പാർഷ്യൽ പ്രഷറിനേക്കാൾ കുറവായിരിക്കും. അപ്പം നമുക്ക് മാത്തമാറ്റിക്കലി അതിനെങ്ങനെ എഴുതാം? PA ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. PA എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ P0A into XA. P0A into XA ആണ് നമ്മൾ റൗൾസ് ലോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിൽ PA എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ P0A into XA ആയിരിക്കും. അതുപോലെ അവരുടെ ഡെൽറ്റ എച്ച് മിക്സ് ആൻഡ് ഡെൽറ്റ വി മിക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് H2O HCl ഒരു നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന മിക്സ്ചർ ആണ്, ബൈനറി സൊല്യൂഷൻ ആണ് H2O ആൻഡ് HCl എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അസിയോട്രോപിക് മിക്സ്ചർ എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽ സൊല്യൂഷൻസിനെ നമ്മൾ മിക്സ് ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷനിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു അസിയോട്രോപിക് മിക്സ്ചർ കിട്ടി. ഈ അസിയോട്രോപിക് മിക്സ്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേപ്പർ സ്റ്റേറ്റിലും ഇവരുടെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള കോൺസെൻട്രേഷൻ എന്നല്ല കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ഇവർ വേപ്പർ സ്റ്റേറ്റിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതേ കോമ്പോസിഷനിൽ തന്നെയായിരിക്കും അസിയോട്രോപിക് മിക്സ്ചർ വേപ്പർ ഫേസിലുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡിസ്റ്റിലേഷൻ വെച്ച് നമുക്ക് അസിയോട്രോപിക് മിക്സ്ചറിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ രണ്ട് ടൈപ്പ് ഓഫ് അസിയോട്രോപിക് മിക്സ്ചേഴ്സ് ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപിക് മിക്സ്ചേഴ്സും ഉണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപിക് മിക്സ്ചേഴ്സ് ഉണ്ട്.
മിനിമം ബോയിലിംഗ് അസിയോട്രോപിക് മിക്സ്ചർ കിട്ടുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ആണ്. അതായത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ വാട്ടർ മിക്സ്ചർ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം ബോയിലിംഗ് അസിയോട്രോപിക് മിക്സ്ചർ കിട്ടും. അതുപോലെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപിക് മിക്സ്ചർ കാണിക്കുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ആണ്. അവരുടെ ഈ അസിയോട്രോപിക് മിക്സ്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ബോയിലിംഗ് പോയിന്റ് ചേഞ്ച് ആയിരിക്കും. അതായത് രണ്ട് കമ്പോണൻസിന്റെയും ബോയിലിംഗ് പോയിന്റ് ആയിരിക്കില്ല, ഇവർക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് രണ്ട് കമ്പോണൻസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും അസിയോട്രോപിക് മിക്സ്ചർ കാണിക്കുന്നത്. അപ്പം എയും ബിയും കൂടെ മിക്സ് ചെയ്താൽ എയുടെ ബോയിലിംഗ് പോയിന്റും ആയിരിക്കില്ല, ബിയുടെ ബോയിലിംഗ് പോയിന്റും ആയിരിക്കില്ല. അസിയോട്രോപിക് മിക്സ്ചർ ആയിരിക്കുമ്പോൾ ഇവർക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് കോൺസ്റ്റന്റ് ബോയിലിംഗ് അസിയോട്രോപ്സ് എന്നും പറയും. അങ്ങനെ രണ്ട് ടൈപ്പ് അസിയോട്രോപ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്, മാക്സിമം ബോയിലിംഗ് എന്ന് പറയാം. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ മിക്സ്ചറിൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ രണ്ട് കമ്പോണൻസിന്റെ ബോയിലിംഗ് പോയിന്റിൽ നിന്ന് ലെസ് ദാൻ ആയിരിക്കും. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മിക്സ്ചറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പോണൻസിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കുറവായിരിക്കും. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുന്നത് രണ്ട് കമ്പോണന്റിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കൂടുതലായിരിക്കും മിക്സ്ചറിന്റെ അസിയോട്രോപിക് മിക്സ്ചർ ആയിട്ടുള്ള കണ്ടീഷനിൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് H2O ആൻഡ് HCl എന്ന് പറയുന്നത് H2O HCl മിക്സ്ചർ എന്ന് പറയുന്നത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എഥനോൾ വാട്ടർ മിക്സ്ചർ ആണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുന്നത്. ഇനി സൊല്യൂഷൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് അറിയാം അല്ലേ? പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ പ്രസന്റ് ആയിട്ടുള്ള സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് നമ്മൾ ഒരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പാർഷ്യൽ പ്രഷർ ഒക്കെ ലോവർ ചെയ്യും അല്ലേ, പാർഷ്യൽ പ്രഷർ കുറയും. അങ്ങനെ നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് പ്രധാനമായിട്ട് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ പി എ ഡിവൈഡ് ബൈ P0A ആണ്. ഡെൽറ്റ പി എ എന്ന് പറയുന്നത് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. അതായത് നമ്മൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ ഒരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറയും. അതായത് നമ്മൾ സോൾവെന്റിന്റെ ആദ്യത്തെ പ്യുവർ വേപ്പർ പ്രഷറിനെ P0A ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ഫൈനൽ കിട്ടുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ PA ആണ്. അതായത് അപ്പോൾ നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറയും. അപ്പോൾ എത്ര പ്യുവർ സോൾവെന്റിൽ നിന്ന് എത്രത്തോളം കുറഞ്ഞു എന്ന് കാണിക്കുന്നതാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ P0A മൈനസ് PA വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി റിലേറ്റീവ് ലോവറിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ പെർസെന്റ് അത് എത്ര റേഷ്യോ ആണ് അതെന്ന് പറയുന്നത് ഡെൽറ്റ പി എ ഡിവൈഡ് ബൈ P0A ആണ്. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. P0A എന്ന് പറഞ്ഞാൽ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആണ്. ഓക്കെ, അതെന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് XB ആണ്. നമുക്ക് P0A മൈനസ് PA ഡിവൈഡ് ബൈ P0A നെ നമുക്ക് XB എന്ന് കൊടുക്കാം, അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് കൊടുക്കാം. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? NB ഡിവൈഡ് ബൈ NA പ്ലസ് NB എന്ന് എഴുതാം. അപ്പോൾ ഒരു വളരെ ഡയലൂട്ട് ആയ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് NB എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അപ്പോൾ NA പ്ലസ് NBയിൽ നിന്ന് NB നെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ ഡെൽറ്റ PA ഡിവൈഡ് ബൈ P0A എന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? NB ഡിവൈഡ് ബൈ NA എന്ന് പറയാം. അപ്പം NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറയാം. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ എന്താ? NBക്കും NAക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ PA ഡിവൈഡ് ബൈ P0A എന്ന് പറയുന്നത് WB ഇൻറ്റു MA ഡിവൈഡ് ബൈ MB ഇൻറ്റു WA. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം? മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് ഫസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് സൊല്യൂഷന്റെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണോ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഇക്വലന്റ് ആകുന്നത് അപ്പോഴാണ് ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താണ്? സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം അതിൽ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് ആകാൻ വേണ്ടി നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഇക്വൽ ആവുള്ളൂ. അപ്പോൾ അവിടെ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായിട്ട് ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ TB ആണ്. അപ്പോൾ ഡെൽറ്റ TB നമുക്ക് എങ്ങനെ എഴുതാം? TB മൈനസ് T0B എന്നാണ്. അപ്പോൾ സൊല്യൂഷന്റെ TB എന്ന് പറഞ്ഞാൽ സൊല്യൂഷന്റെ ഫൈനൽ സൊല്യൂഷന്റെ
ബോയിലിംഗ് പോയിന്റിനെയാണ് നമ്മുടെ ടി ബി എന്ന് പറയുന്നത്. T0 എന്ന് പറയുന്നത് പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂഷന്റെ ടി ബി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഡെൽറ്റ ടി ബിനെ ടി ബി മൈനസ് T0b എന്ന് എഴുതാം. എക്സ്പെരിമെന്റലി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി, സ്മോൾ എം മൊളാലിറ്റിയോടാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ടി ബി ഈസ് ഇക്വൽ ടു, നമുക്ക് പറയാം ഡെൽറ്റ ടി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്മോൾ എം എന്ന് പറയാം. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതാണ് കെ ബി എന്ന് പറയുന്നത്. കെ ബിയുടെ നെയിം എന്ന് പറയുന്നത് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നാണ് കെ ബിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ടി ബിനെ എങ്ങനെ എഴുതാം? ഡെൽറ്റ ടി ബി ഈസ് ഇക്വൽ ടു കെ ബി ഇൻറ്റു എം എന്ന് എഴുതാം. അതിൽ എമ്മിന്റെ വാല്യൂ, എം എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി ആണ്, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ആ ഇക്വേഷനിൽ എമ്മിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഡെൽറ്റ ടി ബി ഈസ് ഇക്വൽ ടു കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000. ഇപ്പം വെയിറ്റ് കിലോഗ്രാമിലാണ് തന്നിരിക്കണമെങ്കിൽ നമുക്ക് ഡബ്ല്യു ബി ഇൻറ്റു 1000 എന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ എന്ന് വരും. ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എം ബി കാൽക്കുലേറ്റ് ചെയ്യാം, മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അതായത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് ഡെൽറ്റ ടി എഫ് എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ T0f മൈനസ് ടി എഫ്. നമ്മൾ പറഞ്ഞു ഫ്രീസിംഗ് പോയിന്റ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് T0f എന്ന് പറഞ്ഞാൽ പ്യുവർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ്, മൈനസ് ടി എഫ് എന്ന് പറയുന്നത് സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ്. അപ്പം ഡെൽറ്റ ടി എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ T0f മൈനസ് ടി എഫ് ആണ്, വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ്പെരിമെന്റലി. അപ്പോൾ നമുക്ക് ഡെൽറ്റ ടി എഫിനെ കെ എഫ് ഇൻറ്റു എം എന്ന് എഴുതാം. കെ എഫ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, അതിന് നമ്മൾ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയും. അത് നേരത്തെ നമ്മൾ ടി ബി ചെയ്ത പോലെ തന്നെ ടി എഫിന്റെ ഇക്വേഷനിൽ നമ്മൾ കെ എഫ് എമ്മിന്റെ വാല്യൂ, മൊളാലിറ്റിയുടെ വാല്യൂ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടും. ഡെൽറ്റ ടി എഫിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് കെ ബിയും കെ എഫും തന്നിട്ടുണ്ട്, ടി ബിയും ടി എഫും തന്നിട്ടുണ്ടെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് കെ ബി ഡിവൈഡ് ബൈ കെ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ബി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എഫ് എന്നാണ്. ഇനി അടുത്ത ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓസ്മോസിസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഒരു ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്ക് നമ്മുടെ സോൾവെന്റ് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഈ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഓസ്മോട്ടിക് പ്രഷറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് പൈ ആണ്. പൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി ആണ്. അപ്പോൾ നമുക്ക് പൈ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ആർ ടി എന്ന് ഇടുക. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന് പകരം നമ്മൾ ആർ ടി നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ പൈ ഈസ് ഈക്വൽ ടു സി ആർ ടി എന്ന് നമുക്ക് എഴുതാം. സി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ആണ്, കോൺസെൻട്രേഷൻ നമ്മൾ മൊളാരിറ്റിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? N2 ഡിവൈഡ് ബൈ വി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ N2 അല്ലെങ്കിൽ NB എന്ന് കൊടുക്കാം. N2 അപ്പോൾ പൈ ഈസ് ഈക്വൽ ടു N2 ഡിവൈഡ് ബൈ വി ഇൻറ്റു ആർ ടി എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് N2ന്റെ ഇക്വേഷൻ എന്താ? N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെയാണ് കാണുക? വെയിറ്റ് ഓഫ് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് കൊടുക്കാം, അതായത് W2 ഡിവൈഡ് ബൈ M2 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പൈ വിനെ നമ്മൾ ഇപ്പോൾ ഇക്വേഷൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ പൈ വി ഇസ് ഈക്വൽ ടു, അതുപോലെ N2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ W2 ഡിവൈഡ് ബൈ M2 ഇൻറ്റു ആർ ടി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് പൈ വി ഇസ് ഈക്വൽ ടു WT ഡിവൈഡ് ബൈ MT ഇൻറ്റു ആർ ടി എന്നുള്ള ഇക്വേഷൻ വന്നു. അതിൽ നിന്ന് നമുക്ക് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം. ഇത്രയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് സോൾവെന്റ്സ് അല്ലെങ്കിൽ രണ്ട് കമ്പോണൻസ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിൽ അസോസിയേഷനോ അല്ലെങ്കിൽ ഡിസോസിയേഷനോ നടക്കുകയാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഡിഫറൻസ് ഉണ്ടാകും. ബിക്കോസ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ മോളാർ മാസ് ആണ് അല്ലേ? മോളാർ മാസ്, നമ്പർ ഓഫ് മോൾസിനെ
സോറി മോളാർ മാസിനെ അല്ല, നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ നടക്കുമ്പോൾ എന്താ നമ്പർ ഓഫ് മോൾസിൽ നമുക്ക് ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഡിഫറൻസ് ഉണ്ടാവും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഡിഫറൻസ് വരുമ്പോൾ എന്താ, എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ എന്ന് പറയുന്നത് നമുക്ക് ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്ന ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്, വിച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതും കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നുണ്ട് അസോസിയേഷൻ ഡിസോസിയേഷൻ വരുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളാർ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മോളാർ മാസ് ആയിരിക്കില്ല കിട്ടുന്നത്. അപ്പോൾ അത് ആ അബ്നോർമാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് വാൻ ഹോഫ് ഫാക്ടർ ഐ എന്ന് പറയുന്നത്. ഓക്കെ, വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡിവൈഡ് ബൈ കാൽക്കുലേറ്റഡ് അല്ലെങ്കിൽ നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ചെയ്യുമ്പോൾ നമുക്ക് ഐ കിട്ടും. അതുപോലെ തന്നെ ഒബ്സർവ്ഡ് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ കാൽക്കുലേറ്റഡ് നമ്പർ ഓഫ് മോൾസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, വാൻ ഹോഫ് ഫാക്ടർ ഐയുടെ വാല്യൂ കിട്ടും. പിന്നെ ഐയുടെ വേറൊരു ഇക്വേഷൻ ആണ് കാൽക്കുലേറ്റ്, നമ്മൾ പറഞ്ഞു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് ആണ്. ഇവിടെ നോക്കൂ, ഡെൽറ്റ ടി എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എം ബി അല്ലേ. അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, വാൻ ഹോഫ് ഫാക്ടർ ഐയുടെ ഇക്വേഷൻ മോളാർ മാസിന്റെ ടൈംസിൽ എങ്ങനെ എഴുതും, കാൽക്കുലേറ്റഡ് മോളാർ മാസ് ഡിവൈഡ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ് ആണ്. അപ്പോൾ ഡിസോസിയേഷന്റെ കേസിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്കറിയാം ഒബ്സർവ്ഡ് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ കാൽക്കുലേറ്റഡ് നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്മൾ ഇപ്പോൾ ഒരു കമ്പോണന്റ് എടുത്തു, ഒരു 2 മോൾസ് ഓഫ് ഒരു കമ്പോണന്റ് എടുത്തു, അത് അല്ലെങ്കിൽ 1 മോൾ ഓഫ് ഒരു കമ്പോണന്റ് എടുത്തു, അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് 1 മോൾ ഓഫ് ഇപ്പോൾ ഒരു എ ബി എന്ന് പറയുന്ന ഒരു ഒരു എ ബി എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് മിക്സ് ചെയ്തതിന് ശേഷം അത് സൊല്യൂഷനിൽ എങ്ങനെയായിരിക്കും, എ ബി ഡിസോസിയേറ്റ് ചെയ്താണ് നിൽക്കണമെങ്കിൽ 1 മോൾ ഓഫ് എ ഉണ്ടാവും, 1 മോൾ ഓഫ് ബി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്താണ് കിട്ടുന്നത്, ഒബ്സർവ് ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസ് 2 ആണ്. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, 1 ആണ്. 1 മോൾസ് ഓഫ് എ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിസോസിയേഷന്റെ കേസിൽ നമുക്ക് എങ്ങനെ കിട്ടും, ഒബ്സർവ്ഡ് മോളാർ മാസ് 2 കിട്ടും, കാൽക്കുലേറ്റഡ് മോളാർ മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഡിസോസിയേഷന്റെ കേസിൽ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി അസോസിയേറ്റ് ചെയ്യുന്ന കേസിൽ എങ്ങനെയായിരിക്കും, നമ്മൾ 2 മോളിക്യൂൾ അല്ലെങ്കിൽ എയും ബിയും തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്ത് അത് അസോസിയേറ്റ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും കാൽക്കുലേറ്റ് ചെയ്ത നമ്പർ ഓഫ് മോൾസ് എന്ന്, കാരണം അവിടെ അസോസിയേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താ, അസോസിയേഷൻ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അബ്നോർമൽ മോളാർ മാസും വാൻ ഹോഫ് ഫാക്ടറും വെച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എല്ലാ അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ചേഞ്ച് വരും. അപ്പോൾ ആ വാൻ ഹോഫ് കറക്ഷൻ ഫാക്ടറാണ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ അസോസിയേഷന്റെ കേസിലും ഡിസോസിയേഷന്റെ കേസിലും നമുക്ക് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിനെ എങ്ങനെ എഴുതാം, ഡെൽറ്റ ടി ബി ഇസ് ഇക്വൽ ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം എന്ന് എഴുതാം. ഐ എന്നുള്ള ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം എന്ന് വരും. അതുപോലെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു സി ആർ ടി എന്ന് എഴുതാം. അതുപോലെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എക്സ് ബി എന്ന് എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൊല്യൂഷന്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ നമുക്ക് പഠിച്ചു പോകാൻ പറ്റും, അറ്റ് എ ഗ്ലാൻസ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത്രയും ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. താങ്ക് യു.